വിശുദ്ധവാരം, പെസഹാവേഴം. തിരുവചനം: കർത്താവായ യേശു താൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 24-ാം തിരുവചനം. യേശു അരുൾ ചെയ്ത സ്നേഹസമ്പന്നനായ പിതാവിൻ്റെ ഉപമയിൽ ഇളയ മകൻ ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അപ്പൻ്റെ ഹൃദയം നുറുങ്ങി. വീട്ടിനകത്ത് സമാധാനത്തോടെ ഇരിക്കുവാൻ സാധിക്കാതെ ആ അപ്പൻ വീട്ടിലെ വരാന്തയിൽ വന്ന് ദൂരെ നോക്കി മകനെ കാത്തിരിക്കുകയാണ്. ഒരു നീണ്ട കാത്തിരിപ്പ്. അപ്പന് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ധൂർത്തപുത്രന് അറിയില്ല, മൂത്ത മകനും അറിയില്ല. പരിശുദ്ധ കുർബാനയിൽ എന്നെ കാത്തിരിക്കുന്ന യേശുവിന് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കും അറിയില്ല. പെസഹ വ്യാഴാഴ്ച യേശുവിൻ്റെ അനശ്വരമായ സ്നേഹം യുഗങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മധ്യേ ഒരു നിറസാന്നിധ്യമാകുവാൻ അവിടുന്ന് അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. സ്വന്തം ശരീരം ഭക്ഷിക്കുവാൻ നൽകുന്ന സ്നേഹം, പരിശുദ്ധ കുർബാനയിൽ എന്നെ കാത്തിരിക്കുന്ന സ്നേഹം. പരിശുദ്ധ കുർബാനയിൽ ദൈവസാന്നിധ്യം വിശ്വസിച്ച വിശുദ്ധർക്ക് ദൈവം പ്രത്യേകമായ അനുഗ്രഹം നൽകിയപ്പോൾ അവർ പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. മരിക്കും മുമ്പ് സിയന്നായിലെ വിശുദ്ധ കത്രീന 7 വർഷവും, പോർച്ചുഗലിൽ നിന്നുള്ള ബ്ലെസഡ് അലക്സാൻഡ്രീന ദെ കോസ്റ്റ 13 വർഷവും, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള വിശുദ്ധ നിക്കോളാസ് ഫ്ലൂ 19 വർഷവും പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ചു.